മുല്ലപ്പെരിയാറിൽ ആശ്വാസകരമായ വാർത്ത എന്നൊക്കെ ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാൽ ചിലർക്ക് തോന്നും. എന്താ ആശ്വാസം? കേന്ദ്ര സുപ്രീം കോടതി അനുസരിച്ച് അതിന്റെ നിരീക്ഷണ സമിതി മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതി പോയിട്ടുണ്ട്. അതെങ്ങനെ നടക്കുമെന്ന് നമുക്കറിയില്ല. അതിന്റെ വിധി എന്താവുമെന്ന് അറിയില്ല. ഏതായാലും ഇനി പരിശോധിക്കാൻ പോകുന്നു എന്ന് നമുക്കെന്തോ വലിയ കാര്യമാണ് എന്നാണ് നമ്മുടെ പത്രങ്ങൾ പറയുന്നത്, നമ്മുടെ നേതാക്കൾ പറയുന്നത്, മന്ത്രി പറയുന്നത്. ചിരിക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. ഒന്നും സംഭവിക്കില്ല. ആ സമിതി എന്ന് പറയുന്നത് തീർച്ചയായും മുമ്പ് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത സമിതി തന്നെയാണ്. ആ സമിതി വരും, ചുറ്റും നടക്കും, പരിശോധിക്കും. VS അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് തിന്നും, എല്ലാം കണ്ട് അവസാനം ഒരു റിപ്പോർട്ട് കൊടുക്കും. മുല്ലപ്പെരിയാർ എടുത്ത് 100 വർഷത്തേക്ക് സുരക്ഷിതമാണ് എന്ന്. അപ്പൊ നമുക്ക് സന്തോഷമാവുമല്ലോ. മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഇപ്പോൾ ഈ നാട്ടിൽ ബഹളമുണ്ടാക്കുന്ന ആളുകളൊക്കെ വീട്ടിൽ പോയിരിക്കുമല്ലോ, എല്ലാം ക്ലാസ്സിൽ കയറിയല്ലോ. യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഇങ്ങനെ ചില ആശ്വാസ നടപടികളുമായി മുമ്പോട്ട് പോകുന്ന ആളുകളെ നമുക്ക് പരിഹാസമാണുള്ളത്. മുല്ലപ്പെരിയാറിലെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു താല്പര്യവുമില്ലാത്ത സ്ഥാപിത താല്പര്യക്കാർ, രാഷ്ട്രീയ താല്പര്യം, സാമ്പത്തിക താല്പര്യം ഒക്കെയുള്ള കുറെ ആളുകളാണ് നമ്മെ നയിക്കുന്നതും ഭരിക്കുന്നതും എന്നാണ് വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു ജനതയുടെ ആശങ്കയൊന്നും ഇവിടുത്തെ ഭരണകർത്താക്കൾക്കില്ല, ഉണ്ടാകേണ്ട കാര്യവുമില്ല. പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏത് നിമിഷവും അതിവർഷം വരാവുന്ന ഒരിടമാണ് കേരളം എന്ന്. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയല്ല പരിശോധിക്കേണ്ടത്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ പരിശോധിക്കുന്നുണ്ടോ? ഭൂചലനവുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. മുല്ലപ്പെരിയാറിന്റെ അടപ്പുകളൊക്കെ തുറക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വാതിലുകളൊക്കെ തുറക്കാൻ പറ്റുമോ, ബേബി ഡാം എങ്ങനെയുണ്ട്, അതുപോലെ അതിന്റെ മണ്ണൊലിച്ചു പോയിട്ടുണ്ടോ, അതിലെ കോൺക്രീറ്റ് റൂഫിംഗ് ഒക്കെ ശരിയാണോ, അല്ലെങ്കിൽ അതിന്റെ വലയിട്ടതൊക്കെ ശരിയാണോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതൊക്കെ പരിശോധിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് കണ്ടെത്താനാണ് 99.99% സാധ്യത. അല്ലാതെ മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ല, അതുകൊണ്ട് ഉടനെ അത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടും. കേരളം ആവശ്യപ്പെടില്ല, എന്നിട്ട് വേണ്ടേ തമിഴ്നാട് ആവശ്യപ്പെടാം. ഈ സമിതി ആവശ്യപ്പെടില്ല. അതുകൊണ്ട് മുല്ലപ്പെരിയാറിൽ ഈ റിപ്പോർട്ട് ഒരാശ്വാസത്തിനും വകയില്ല. മുല്ലപ്പെരിയാർ സ്റ്റാറ്റസ് കോ അതുപോലെ നിൽക്കുകയാണ്. ഈ സമിതി ഒരു കാരണവശാലും അതിന്റെ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേയില്ല.